ഹായ്, എല്ലാവർക്കും സ്വാഗതം രാജൂസ് കിച്ചണിലേക്ക്. ഇത് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന പരിപ്പ് കറിയാണ്. അപ്പോൾ നമ്മുടെ സദ്യയിൽ ചോറ് വിളമ്പിയിട്ട് അതിൻ്റെ ആദ്യത്തെ കറിയാണ് പരിപ്പ് കറി. അപ്പോൾ പരിപ്പ് കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് 3/4 കപ്പ് ചെറുപയർ പരിപ്പാണ്. മൂങ് ദാൽ എന്ന് പറയും. ഈ ഒരു മെഷറിംഗ് കപ്പാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മെഷറിംഗ് കപ്പിലെ 1 കപ്പാണ്, അതിൻ്റെ 3/4 ഭാഗം അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഈ മൂങ് ദാൽ ഞാൻ ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ആണെങ്കിലും മതി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ ഞാനൊരു തേങ്ങയുടെ പകുതിയുടെ 3/4 ഭാഗം അത്ര എടുത്തിട്ടുള്ളൂ, ഈ ഒരു കപ്പ് നിറച്ച്. പിന്നെ വറ്റൽ മുളക് വേണം, ഇത് കടുക് വറുക്കാനും അരയ്ക്കാനും കൂടി ഉള്ളതാണ്, ഏകദേശം ഒരു 5 എണ്ണം. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം അരച്ചെടുക്കും നമ്മൾ. പിന്നെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, ഒരു 3 ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഇതെല്ലാം കൊണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടി നമ്മുടെ തേങ്ങ ചിരണ്ടി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുക മിക്സി ജാറിനകത്തേക്ക്. അതിൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 വറ്റൽ മുളക്, അതിൻ്റെ കൂടെ ജീരകം ഇട്ടതിന് ശേഷം ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ച് ഇത് നല്ല സ്മൂത്തായിട്ടൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അരയ്ക്കാം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്, നല്ലോണം അരച്ച് നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. ഞാൻ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ മൂങ് ദാൽ ഒരു പ്രഷർ കുക്കറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് കഴുകിയിട്ടാണ് ഇട്ടേക്കുന്നത്. ഇനി അതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്യണം. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിലിലേക്ക് കുക്ക് ചെയ്യണം. ഇപ്പോൾ 4 വിസിലിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 4 വിസിൽ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രഷർ എല്ലാം പോയിട്ടേ നമ്മൾ തുറക്കാവുള്ളൂ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്കൊന്ന് നോക്കാം. പ്രഷർ എല്ലാം പോയി. ഇനിയിപ്പോൾ ഇതൊന്ന് തുറക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഡാല് നല്ലോണം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ വെന്ത പരിപ്പ് ഒരു പാനിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ കോക്കനട്ടിൻ്റെ പേസ്റ്റ്, കോക്കനട്ട്, ജീരകം, ഗാർലിക്കും ഡ്രൈ റെഡ് ചില്ലിയുടെയും പേസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കണം ഇത്. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി നോക്കുക. കാരണം നമ്മുടെ പരിപ്പ് നല്ല തിക്കായിട്ടിരിക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കേണ്ടി വരും, കാരണം ഭയങ്കര തിക്കാണ്. അപ്പോൾ ഇത്രയും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ലൂസായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആവണം. ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് അടച്ച് വെച്ചൊരു 7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് നല്ലോണം കുക്ക് ചെയ്യണം. ഇപ്പോൾ 7 മിനിറ്റിന് ശേഷം നല്ലോണം ഇത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഓക്കെ, ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം വറ്റൽ മുളകും കറിവേപ്പിലയും
ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കുക. ചെറിയ ഉള്ളിയുടെ കളർ ഒരു ബ്രൗണിഷ് കളർ ആവുന്നവരെ, ഏകദേശം ഇതുപോലെ ആവുന്നവരെ. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. നമ്മൾ ഈ താളിച്ചതെല്ലാം കൂടെ നമ്മുടെ പരിപ്പ് കറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിത് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എന്ത് സിമ്പിളായിട്ട് നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഇതുണ്ടാക്കിയിട്ട് ഇതെങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്നിടണം. പിന്നെ മറക്കാതെ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.